Hello my dear students, welcome back to Ryan's Learning Portal. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ്. അപ്പോൾ നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ ട്രാവൽ ഇൻഫോ സർ എങ്ങനെ എഴുതും? എന്താണ് സാറേ ട്രാവൽ ഇൻഫോ അല്ലെങ്കിൽ ട്രാവൽ ബ്രോഷർ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, ബ്രോഷർ ഉണ്ടാവില്ലേ? അപ്പൊ ചില ആളുകൾക്ക് എന്താണ് ഈ ബ്രോഷർ എന്ന് അറിയില്ല. അപ്പൊ അവർക്ക് വേണ്ടി കാണിക്കാനാട്ടോ. നമ്മൾ ഉണ്ടാവില്ലേടാ ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടാവില്ലേ? ഇപ്പോൾ വയനാട് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. വയനാട് നല്ല അടിപൊളി സ്ഥലമാണല്ലോ. അവിടുത്തെ ഫുഡ് അടിപൊളിയായല്ലോ അല്ലേ? ആ ഫുഡിനെ കുറിച്ചൊരു ഡീറ്റെയിൽ, ഇങ്ങനെ ഒരു ട്രാവൽ അവിടേക്ക് എങ്ങനെ പോവുക, അപ്പൊ അങ്ങനെ പോണതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ഇല്ലേ? അവിടുത്തെ പിന്നെ എങ്ങനെ അവിടെ സ്റ്റേ ചെയ്യുക, അക്കോമഡേഷൻ എങ്ങനെയാണ്, അപ്പൊ അതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ഇല്ലേ? അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ തന്നിട്ടുള്ള സാധനമാണ് ബ്രോഷർ, ലൈക്ക് ട്രാവൽ ഇൻഫർമേഷൻ എന്നുള്ളതിന്റെ ഷോർട്ട് ആട്ടോ ഇൻഫോ. അപ്പൊ എങ്ങനെയാണ് മക്കൾ അത് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചോദിച്ചു ട്രാവൽ എസ് ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ കശ്മീർ എന്ന് പറയുന്നത് ഈ ഇൻഫോ ആണെങ്കിലും മക്കളെ എഴുതി കൊടുക്കേണ്ട രൂപം നോക്കിക്കോളൂ നിങ്ങൾ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ വയനാട് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എന്റെ മക്കൾക്ക് ഒരു റാൻഡം ക്വസ്റ്റ്യൻ ആണ്, ഇഷ്ടമുള്ള ഒരു സ്ഥലത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എഴുതാനുള്ളതെങ്കിൽ വയനാടിനെ കുറിച്ച് എഴുതാൻ പറ്റും. ഞാനതാ വയനാടിനെ കുറിച്ച് ഇവിടെ പറയുന്നത്, ശ്രദ്ധിക്കണേ, നോക്കിക്കോളൂ നിങ്ങൾ. വയനാട് ലാൻഡ്സ്കേപ്പ് ടെൽ സ്റ്റോറീസ് അല്ലേ? വയനാട് ലാൻഡ്സ്കേപ്പ് കഥ പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അങ്ങനൊന്നും എഴുതണില്ല. വയനാട് ഈസ് ഗോഡ് ഓഫ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ഗോഡ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ തട്ടിമറിക്കാൻ പറ്റും കേട്ടോ. അത്ര അല്ലെങ്കിൽ ഗോഡ്സ് ഓൺ കൺട്രി ആണ് കേരള അല്ലേ? വയനാട് ഈസ് ദ ബ്യൂട്ടിഫുൾ എവിടെ ലാൻഡ്സ്കേപ്പ് അല്ലേ? ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി കേരള. എന്ത് എഴുതി വെക്കാൻ പറ്റും? തോന്നി മാതിരി എഴുതിച്ചോളൂ, അത് എഴുതി വെക്കുക. വയനാട് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, ലാൻഡ്സ്കേപ്പ് ടെൽസ് ദ സ്റ്റോറീസ്. അടുത്ത് നോക്കിക്കോളൂ. വയനാട് ഈസ് എ ബ്യൂട്ടിഫുൾ ഡിസ്ട്രിക്ട് ഇൻ ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് കേരള അല്ലേ? ഇന്ത്യൻ സ്റ്റേറ്റിൽ കേരളയിൽപ്പെട്ടിട്ടുള്ള ഒരു മനോഹരമായ ഒരു ജില്ലയാണ് വയനാട് എന്ന് പറയുന്നത്. നോൺ ഫോർ റിച്ച് ഗ്രീനറി, അറിയപ്പെടുന്ന അതിന്റെ മനോഹരമായ പച്ചപ്പിൽ അറിയപ്പെടുന്നതാണ്. വൈൽഡ് ലൈഫ്, കാട്ടുജീവിതം ഉണ്ട് അല്ലേ? അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്, അവിടെ ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് ടൂറിസ്റ്റ് പ്ലേസ്. അത് വല്ലാത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇത് നിങ്ങൾക്ക് ഇനി കശ്മീരിനെ കുറിച്ച് ഒന്നാലും തന്നെ എഴുതിയേക്കാൻ പറ്റും കേട്ടോ. അവരുടെ വൈൽഡ് ലൈഫ് ഉണ്ടാവണം, പിന്നെ ഗ്രീനറി അടിപൊളിയാണ്, അഡ്വഞ്ചർ അവിടെ ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. മാത്രമല്ല അവിടെ ലേക്ക് ഉണ്ട്, ഇതൊക്കെ പിന്നെ ഹിൻസിൽ ഉണ്ടല്ലോ, കയറ്റി വെക്കാൻ പറ്റും കേട്ടോ. അവിടെ എല്ലാവരും ഒരു തവണ വിസിറ്റ് ചെയ്യണം. ഇറ്റ്സ് എ ബ്ലെസ്ഡ് പ്ലേസ് വിത്ത് ലോട്ട്സ് ഓഫ് ബ്യൂട്ടിഫുൾ സീനറി. ഇത് എല്ലാത്തിലും എഴുതിയേക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആട്ടോ ഞാൻ ഈ പറയുന്നത്, ശ്രദ്ധിച്ച് കേട്ടോളൂ. പിന്നെ എന്താ പറഞ്ഞത്? ഇറ്റ്സ് എ ബ്ലെസ്ഡ് പ്ലേസ്, അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ്, വിത്ത് ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ സീനറി. ഒരുപാട് എന്തുണ്ട്, മനോഹരമായ സീനറി ഉണ്ട് കേട്ടോ. ദർ വി ക്യാൻ സി ഹൈ മൗണ്ടെയിൻസ്, അവിടെ നമുക്ക് ഉയർന്ന കുന്നുകൾ കാണാൻ പറ്റും, ഫോറസ്റ്റ് കാണാൻ പറ്റും, സ്ട്രീംസ് കാണാൻ പറ്റും, വാലീസ് എന്ന താഴ്വരകൾ കേട്ടോ, വാട്ടർഫോൾസ്, വെള്ളച്ചാട്ടം കാണാൻ പറ്റും, ലൈക്ക് തടാകം, കേവ്സ് അല്ലേ, ഗുഹകള്, ഡാം കാണാൻ പറ്റും. ഇൻ ദ ഫോറസ്റ്റ്, കാട്ടിൽ വി ക്യാൻ സി വൈൽഡ് ആനിമൽസ്, വലിയ വന്യജീവികൾ കാണാൻ പറ്റും. സച്ച് എലിഫന്റ്സ് കാണാം, ടൈഗേഴ്സ് കാണാം, ജമാന് കാണാം, ബിയേഴ്സ് കരടികളെ കാണാം, മങ്കീസിനെ കാണാം അല്ലെ? ടൂറിസ്റ്റ് ക്യാൻ ബാത്ത് ഇൻ ദ കൂൾ ആൻഡ് പ്യൂർ വാട്ടർ. അവിടെ ടൂറിസ്റ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല തണുത്ത ശുദ്ധ ജലത്തിൽ കുളിക്കാൻ പറ്റും കേട്ടോ. മാത്രമല്ല ഗൈഡ്സ് ആർ അവൈലബിൾ അല്ലെ? അവിടെ ഗൈഡുകൾ ഉണ്ട്. ഇഫ് ദ ടൂറിസ്റ്റ് നീഡ്, ടൂറിസ്റ്റുകൾക്ക് പിന്നെ ഗൈഡിനെ വേണമെങ്കിൽ അതും അവിടെ അവൈലബിൾ ആട്ടോ. ഗുഡ് ഫുഡ് ഈസ് ഓൾസോ അവൈലബിൾ. നല്ല ഫുഡും ഉണ്ട്. ഇത് സ്ഥലം മാത്രമല്ലല്ലോ, അടിപൊളി ഫുഡുള്ള ഏരിയ കേട്ടോ, ശ്രദ്ധിക്കുക, നോക്കിക്കോളൂ. ഇനി മെയിൻ അട്രാക്ഷൻസ്, ഇപ്പൊ ഈ ഇങ്ങനത്തെ കുറച്ച് ഹെഡിങ്ങൾ ഉണ്ട്. ട്രാൻസ്പോർട്ടേഷന്, അക്കോമഡേഷന്, ബെസ്റ്റ് ടൈം ടു വിസിറ്റ്, ഫുഡ് എന്നൊക്കെ പറയുന്ന കുറച്ച് ഹെഡിങ്ങൾ ഉണ്ട് അല്ലെ? മെയിൻ അട്രാക്ഷൻസ് അവിടുത്തെ എന്തൊക്കെയാണ്? മെയിൻ അട്രാക്ഷൻസ് എടക്കൽ കേവ്സ് ഉണ്ട്, സൂചിപ്പാറ ഫോൾസ് ഉണ്ട്, ബാനസുര സാഗർ ഡാം ഉണ്ട്, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്, പൂക്കോട്ട് ലേക്ക് ഉണ്ട്, പഴശ്ശി മെമ്മോറിയൽ ഉണ്ട്, സുൽത്താൻ ബത്തേരി ജെയിൻ ടെമ്പിൾ ഉണ്ട്. ഇതൊക്കെ ഇതിൽ അറിയുന്നൊക്കെ എഴുതി വെച്ചാൽ മതി കേട്ടോ, ശ്രദ്ധിക്കണേ. ഞാൻ ഇവിടെ മറ്റേ ആ ബീഫ് എന്നുള്ളതിന്റെ ഷോർട്ടാണ്, മറ്റേ ആ ബീഫ്, അതാണ് ബീഫ്, മറ്റേ ആ ബീഫ്, MTABF. MT പറഞ്ഞ എമൗണ്ട് ഉദ്ദേശിച്ചതാണ് പറ മെയിൻ അട്രാക്ഷൻസ്. ഇനി T കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യല്? നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോട്. അതായത് വയനാട്ടിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ല, പക്ഷെ അതിനോട് തൊട്ടടുത്തുള്ള ഇപ്പൊ ഏതാണ് ഉള്ളത്? പിന്നെ കാലിക്കറ്റ് ആണുള്ളത് കേട്ടോ. അടുത്ത് വയനാട് 60 കിലോമീറ്റർ അവേ ഫ്രം കോഴിക്കോട് സിറ്റിന്ന് 60 കിലോമീറ്റർ ദൂരത്താണ്. ദർ ആർ റോഡ്സ് ലീഡിങ് ടു വയനാട്. വയനാട്ടിലേക്ക് പോണ റോഡുകൾ ഉണ്ട് അല്ലെ? വി ക്യാൻ റീച്ച് ഹിയർ ത്രൂ KSRTC ബസ് അല്ലെങ്കിൽ പ്രൈവറ്റ് വെഹിക്കിളോ KSRTC ബസ്സിൽ അവിടെ എത്തിപ്പെടാൻ പറ്റും. അടുത്തത് അക്കോമഡേഷൻ നോക്കൂ നിങ്ങൾ. മറ്റേ A ഫോർ അക്കോമഡേഷൻ. എങ്ങനെയാ അക്കോമഡേഷൻ ഉള്ളത്?
വയനാട് ഓഫേഴ്സ് നൈസ് അക്കോമഡേഷൻ ഓപ്ഷൻസ്, അടിപൊളി നൈസ് അക്കോമഡേഷൻ അവിടെ ഉണ്ട്, ഇൻക്ലൂഡിങ് റിസോർട്ട്സ് ഉണ്ട്, ഹോട്ടൽസ് ഉണ്ട്, ഹോം സ്റ്റേസ് ഉണ്ട്, ഇനി മൊറ്റൈൽസ് ഉണ്ട്. എന്താ മൊറ്റൈൽ? മോട്ടൽ ഹോട്ടൽ എന്ന് പറഞ്ഞ പോലെ മോട്ടൽ ഉണ്ട് കേട്ടോ. മോട്ടൽ എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം, അതാണ് മോട്ടൽ. ഈ ഹോട്ടൽ കൊണ്ട് ഉദ്ദേശിച്ച് കിടന്നുറങ്ങാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്, ഹോട്ടലാണെന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം കേട്ടോ. നെക്സ്റ്റ്, ബെസ്റ്റ് ടൈം ടു വിസിറ്റ്. നോക്കൂ നിങ്ങൾ, മറ്റേ ആ ബി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടൈം ടു വിസിറ്റ്, എഫ് എന്ന് പറഞ്ഞ ഫുഡ് ആട്ടോ. അപ്പൊ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഏതാണ്? യെസ്, വയനാട് ഹാസ് എ പ്ലഷറബിൾ വെതർ ഓൾ ഇയർ അറൗണ്ട്. ഒരു വർഷം മുഴുവൻ അവിടെ നല്ല അടിപൊളി കാലാവസ്ഥയാണ്, അപ്പൊ എപ്പോഴും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന അർത്ഥം. ബട്ട് ഇറ്റ് ഈസ് ബെസ്റ്റ് വിസിറ്റഡ് ബിറ്റ്വീൻ ദ മന്ത്സ് ഓഫ് ഓഗസ്റ്റിന്റെയും മെയിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക? വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ചുമ്മാ ഏതെങ്കിലും മാസം കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഫുഡ്, അവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വയനാട് ഇസ് എ ഫോൺ ഓഫ് റൈസ്. അവിടെ നല്ല ചോറുള്ള സ്ഥലമാണ്, ചപ്പാത്തി അല്ല ചോറിന്റെ സ്ഥലം കേട്ടോ. രസമുണ്ട്, സാമ്പാറുണ്ട്, മോരൂട്ടാനുണ്ട്. മോസ്റ്റ് ഡെലീഷ്യസ് ഡിഷസ്, അതൊക്കെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഡിഷസ് ടു ടേക്ക് അലോങ് വിത്ത് റൈസിന്റെ കൂടെ പിടിക്കാൻ പറ്റുന്ന അടിപൊളി സാധനം അതാ കേട്ടോ. മേക്ക് ഷുവർ, ഇത് ലാസ്റ്റ് പോയിന്റ് കേട്ടോ, മേക്ക് ഷുവർ ടു ചെക്ക് ഔട്ട് ഫോർ എനി അപ്ഡേറ്റ്സ് ബിഫോർ പ്ലാനിങ് യുവർ ട്രിപ്പ്. നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക അവിടെ ഒരു കുഴപ്പമില്ല എന്നുള്ളത് കേട്ടോ. എൻജോയ് യുവർ വിസിറ്റ് ടു വയനാട്. വയനാട്ടിലേക്ക് നിങ്ങൾ ആ വിസിറ്റ് എന്ത് ചെയ്യുക? എൻജോയ് ചെയ്യുക. മക്കളെ എഴുതി വെക്കുക, ഒന്നും നോക്കണ്ട, തകർക്കുക. ഇനി ഇത് കാശ്മീർ അല്ല, ഏത് അടുപ്പ് തന്നാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഇത് എഴുതി വെക്കണം, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ കേട്ടോ, കാശ്മീർ എന്നാൽ കാശ്മീർ എന്ന് മാറ്റി എഴുതണം അല്ലേ? കാശ്മീർ ലാൻഡ്സ്കേപ്പ് ടെൽ ദ സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കണം കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പൊ മക്കളെ എഴുതല്ലോ. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യണം. മക്കളെ ഈ ലാസ്റ്റ് പറയുന്ന പോർഷനിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. റാൻസിന്റെ +2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണ് നിങ്ങൾ, +2 സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. താങ്ക് യു, ബൈ, സീ യു ദേർ.